ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് രാത്രിയിൽ പെട്ടെന്ന് തീരുമാനിച്ച് നമ്മുടെ കുട്ടിക്കാനത്തെ കൈലാസഗിരിയിലേക്ക് ഒരു ട്രിപ്പാണ് ഇന്നത്തെ വീഡിയോ. അത് ഞങ്ങൾ പെട്ടെന്നിരുന്നപ്പോൾ പ്ലാൻ ചെയ്തതാണ്. അപ്പോൾ ഏതായാലും ഇപ്പോൾ കുട്ടിക്കാനത്തേക്കുള്ള വഴി ആർക്കും ഞാൻ പ്രത്യേകം പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. നമ്മളങ്ങനെ കുട്ടിക്കാനത്ത് എത്തിയിരിക്കുകയാണ്. കുട്ടിക്കാനത്ത് നിന്ന് റൈറ്റ് എടുത്ത് ആണ് നമ്മൾ പോകേണ്ടത്. അപ്പോൾ നമ്മൾ കൈലാസഗിരി മെയിൻ എൻട്രൻസിൽ എത്തിയിരിക്കുകയാണ്. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് അത്യാവശ്യം നല്ല വൈബുള്ള വഴിയാണ്. രാത്രി ആയതുകൊണ്ട് തന്നെ ഒരു വേറൊരു പ്രത്യേക ഒരു ഫീലാണ് നമുക്ക് ഈ വഴിക്ക് കിട്ടുന്നത്. നമ്മൾ പിന്നെ 2-3 വണ്ടി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇത്രയും വെട്ടം, അതായത് എക്സ്ട്രാ അഡീഷണൽ നമ്മൾ ലൈറ്റ് ചെയ്തേക്കൊണ്ട് തന്നെ വെട്ടം നമുക്കൊരു വിഷയമല്ല. നമ്മൾ ഇപ്പം വൈബടിച്ചൊക്കെ പോവുകയാണ്. ഇപ്പം നമ്മുടെ ഫ്രണ്ട് പുതിയ എക്സ്പ്രസ് ഡക്കാർ എഡിഷൻ എടുത്ത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ട്രിപ്പാണ്. പുള്ളി അങ്ങനെ ഒരിടത്തും പോയില്ല. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ രാത്രി ഒറ്റ മൈൻഡിൽ ചെറിയൊരു ഓഫ് റോഡ് നോക്കാമെന്നുള്ള രീതിയിൽ പോയതാണ്. രാത്രി ഓഫ് റോഡിന് പറ്റിയ സമയമല്ലെന്ന് നമുക്കറിയാം. പക്ഷേ എങ്കിലും രാത്രി പെട്ടെന്നുള്ളൊരു ഒറ്റ മൈൻഡ് ട്രിപ്പ് ആയതുകൊണ്ട് ഞങ്ങൾ എൻജോയ് ചെയ്താണ് പോകുന്നത്. ഈ വഴിയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരൊറ്റ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പശുക്കളെ മാത്രമാണ്. ഈ പശുക്കളൊക്കെ വഴിയിലായിരിക്കും കിടക്കുന്നത്. അപ്പോൾ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരൊറ്റകളെ മാത്രമേ ഉള്ളൂ. പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെ വന്യജീവികളെ പേടിയില്ലായിരുന്നു. ആന കാണും ഞാനാണെന്ന് ഞങ്ങൾ തമാശയ്ക്ക് പറഞ്ഞല്ലാതെ ഞങ്ങൾ അങ്ങനെ അതിനെപ്പറ്റി ഓർത്ത് വറീഡല്ലായിരുന്നു. ഞങ്ങൾ തമാശയ്ക്ക് പറഞ്ഞിരുന്നു. പക്ഷേ ഈ പോകുന്ന വഴിക്ക് കിട്ടുന്ന ഒരു ഫീല് വേറെയാണ്. അതിപ്പം പകലാണെങ്കിലും രാത്രിയാണെങ്കിലും ഓരോ സമയം വെവ്വേറെ ഫീലാണ്. ഈ പോകുന്ന വഴിക്കൊരു തമിഴ്നാട് ടച്ചുള്ളൊരു അമ്പലമാണ് നമ്മൾ ഈ സൈഡിൽ കാണുന്നത്. ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ഫോട്ടോ ഒക്കെ എടുക്കാനുള്ള പ്ലാനിലായിരുന്നു. പക്ഷേ ഞങ്ങൾ തിരിച്ച് വേറൊരു വഴി വന്നതുകൊണ്ട് തന്നെ ഞങ്ങൾക്കത് മിസ്സായിപ്പോയി. എക്സ്പൾസിൻ്റെ ഈ ഡക്കാർ റാലി എഡിഷൻ ഒരു രക്ഷയില്ല കേട്ടോ. ഓഫ് റോഡിങ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എന്ത് സ്മൂത്താണ്, നമുക്കത് ഓടിച്ചാൽ മാത്രം ഫീൽ. ഞാൻ പണ്ട് നേരത്തെ വീഡിയോ ഒക്കെ കാണുമ്പം ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഈ എത്ര ആൾക്കാർ ഈ എക്സ്പ്രസ്സും കണ്ട് എത്ര കൂളായിട്ടാണ് പോകുന്നതെന്ന്. ഞാൻ ആലോചിച്ചിട്ട് എന്താണ് ഇവർ ഇതിന് ഇത്രയും സ്പെഷ്യാലിറ്റി കൊടുക്കുന്നതെന്ന്. പക്ഷേ എനിക്ക് ആ വണ്ടി ട്രൈ ചെയ്യുമ്പോഴാണ് നമുക്കതിൻ്റെ കറക്റ്റ് എഫക്റ്റ് അറിയത്തുള്ളൂ കേട്ടോ. ഞാനങ്ങനെ ഓടിച്ചില്ല, പക്ഷേ നമുക്ക് ആ ഫീല് ഓടിക്കാൻ തന്നെ അറിയും. അപ്പോൾ ഓടിക്കുന്ന ഒരവസ്ഥ നമുക്ക് നല്ലപോലെ അറിയാൻ പറ്റും. ഈ എക്സ്ട്രാ ലൈറ്റ് ആണെങ്കിൽ തന്നെ നമ്മളധികം ഓൺ റോഡ് ഇത് യൂസ് ചെയ്യാറില്ല. നമ്മൾ മാക്സിമം ഓഫ് റോഡ് പോകുമ്പോഴാണ് ഇത് യൂസ് ചെയ്യുന്നത്. പിന്നെ കൂടുതലും രാത്രിയിൽ ഓപ്പോസിറ്റ് വണ്ടികൾക്ക് അധികം ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിൽ ഒറ്റയ്ക്ക് പോകുന്ന വഴികളിലേക്കാണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്യാറ്. അപ്പോൾ ഏതായാലും ഈ എക്സ്ട്രാ ലൈറ്റ് ഉള്ളത് ഇങ്ങനെ ഒരു ആവശ്യങ്ങൾക്കൊക്കെ ഭയങ്കര ബെനഫിറ്റാണ്. ഈ വഴിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ട് ഈ വഴി കുറച്ച് സൈഡ് പണിയുന്നുണ്ട്, കുറച്ച് സൈഡ് നല്ല വഴിയാണ്, കുറച്ച് സൈഡാണ് ഈ വഴി ഇല്ല. അപ്പോൾ അതുകൊണ്ട് പക്ഷേ നമുക്കൊരു എക്സ്ട്രീം ആയിട്ടുള്ളൊരു വഴിയോ കാര്യങ്ങളോ ഒന്നുമല്ല. പിന്നീട് കുറച്ചുകൂടെ അങ്ങോട്ട് ചെല്ലുമ്പം നമുക്ക് പിന്നെ അങ്ങോട്ട് ഫുള്ള് മൺവഴിയാണ്. അപ്പം നമ്മളവിടെ ചെന്ന് ജസ്റ്റ് ഒന്ന് നിർത്തി റിലാക്സ് ചെയ്തിട്ട് കയറാനുള്ള പ്ലാനാണ്. നമുക്ക് ഇവിടെ വരുമ്പോൾ നമുക്ക് ഒന്നും അറിയില്ല. അങ്ങ് കയറി കഴിയുമ്പോൾ തന്നെ ഫുള്ള് കൈലാസഗിരി എന്നുള്ള ബോർഡ് കാണാം. ആ വഴി തന്നെ കയറി പോയാൽ മതി. അവിടെ നിന്ന് ഇപ്പം നമ്മളവിടെ നിന്ന് വണ്ടി എടുത്ത് 1 by 1 ആയിട്ട് കയറുവാണ്. പുള്ളീനെ വല്ല ആനയും പിടിക്കുമോ? വണ്ടിയൊന്നും ഇറങ്ങിയില്ലെന്ന്. അങ്ങ് കയറി നീ ചൂടില്ലേ? ആടുണ്ടോ കുറയിലിപ്പോൾ ആടുണ്ടോ? വണ്ടി ഉണ്ടായത് എന്തി വന്നു.
മറ്റേ കുഴിയുള്ള ടൈപ്പ്. അപ്പം ഗൈസ് നമ്മളങ്ങനെ കൈലാസഗിരി വണ്ടി ചെല്ലുന്നിടം വരെ നമ്മൾ എത്തിയിരിക്കുകയാണ്. നമുക്ക് ഈ പാറയുടെ വരെ വണ്ടി നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് നടന്ന് വേണം അമ്പലത്തിലേക്ക് കയറണമെങ്കിൽ. ഈ കയറി ചെല്ലുന്നത് പാറയുടെ താഴേക്കാണ്, താഴത്തോട്ടാണ്. എന്താണേലും ഭയങ്കര എക്സ്ട്രീം അല്ല താനും. നമുക്ക് 2 പേര് വെച്ച് ഹിമാലയനൊക്കെ 2 പേര് വെച്ച് കൂളായിട്ട് കയറി പോകുന്ന വഴിയാണ്. നോക്കി വെക്കണം വണ്ടി. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ട് ഇവിടെ എപ്പോൾ വന്നാലും നമുക്ക് മഞ്ഞുണ്ട്, നല്ല തണുത്ത കാറ്റുണ്ട്. നല്ല തണുത്ത കാറ്റൊന്നും നല്ല ശക്തിയുള്ള തണുത്ത കാറ്റുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാം വണ്ടി നല്ല സേഫായിട്ട് കാറ്റടിച്ച് മറിഞ്ഞ് വീഴാത്ത രീതിയിലാണ് വണ്ടി ഞങ്ങൾ മാക്സിമം സേഫായിട്ട് വെച്ചത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് വന്നതല്ലേ എന്നുള്ള രീതിക്ക് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. മേടിക്കും. അതെ, ഇല്ലില്ല ഇല്ല ഇല്ല, ഇതിനകത്തല്ല ഇറങ്ങി. അതല്ലേ നൈസ്. അപ്പം നമ്മൾ അവിടുന്ന് ജസ്റ്റ് ഇറങ്ങി വരുന്നവയ്ക്ക് അവിടുന്ന് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് നേരെ ഓപ്പോസിറ്റ് ഒരു വഴി കാണാം. അത് ഇച്ചിരി ചെറിയ ടഫായിട്ടുള്ള വഴിയാണ്. അതായത് വഴി മാത്രമേ ഉള്ളൂ. ആ വഴിയിലേക്ക് ചുമ്മാ ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാമെന്നുള്ള രീതിയിൽ കയറുവാണ്. ആദ്യം പറഞ്ഞ് നമ്മൾ നോക്കാമെന്നുള്ള രീതി ഞാൻ തന്നെ കയറി നോക്കുവാണ്. നോക്കണോ? രാത്രി ആയതുകൊണ്ടും വീഡിയോ ഇല്ലാതെ അറിയാൻ പറ്റുമെന്നും എനിക്കറിയില്ല. അത്യാവശ്യം നല്ലൊരു വഴിയാണിത്. പക്ഷേ നമ്മൾ കയറി വരുമ്പം 2 സൈഡിലും കുഴിയാണ്. വെട്ടിത്താപ്പ് പോലെ ഒരു ചാല് പോലെ ഉണ്ട്. കറക്റ്റ് നമ്മുടെ വണ്ടി അവിടെ ഒന്ന് സ്റ്റക്കായിപ്പോയി. അവിടെ ഒന്ന് സ്റ്റക്കായാൽ എങ്ങനെ പതുക്കെ കൈ കൊടുത്ത് കയറാമെന്നുള്ളൊരു ഓപ്ഷനുള്ളൂ. അതുകൊണ്ട് ഞാൻ സ്റ്റക്കായി കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അതിനുശേഷം നമ്മുടെ അടുത്ത ഹിമാലയൻ അച്ചു വണ്ടിയും കൊണ്ട് കയറി വരുന്നതാണ്. ഇത് ഞാൻ അപ്പം മുകളിൽ നിന്ന് എടുത്തുകൊണ്ടാണ് നിങ്ങൾക്കൊരു മിന്നായം പോലെ വണ്ടി കാണുന്നത്. പുള്ളി ഏതായാലും വരുന്ന വഴിക്ക് നേരെ ആ കുഴിക്കകത്തോട്ടാണ് വന്നത്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പുള്ളി അവിടെ ജാമായിപ്പോയി. ഞാനിവിടുന്ന് അങ്ങനെ അതിലൂടെ ആയിരിക്കൊണ്ട് കയറി പോട്ടെ. എടാ ആട്ടി കയറ്റടാ, കൈ കൊടുക്ക്. അങ്ങനെ പോട്ടെ.
അപ്പം ആ വഴി ആ ലെഫ്റ്റിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് ടഫായിരുന്നു അവനോട് പറഞ്ഞിരുന്നു. പക്ഷേ ആ വഴി കയറി പോയത് കൊണ്ടാണ് ജസ്റ്റ് കയ്യിൽ നിന്ന് വണ്ടി സ്ലിപ്പായി. പക്ഷെ ഒന്നും പറ്റിയൊന്നുമില്ല. നമ്മൾ പെട്ടെന്ന് തന്നെ റിട്രീവ് ചെയ്തു. അടുത്തൊരു ടാസ്ക് എന്ന് ഞങ്ങൾക്ക് തോന്നിയത് തിരിച്ചിറക്കമാണ്. തിരിച്ചിറക്കം നമ്മൾ കയറുന്ന പോലെ അത്രയ്ക്ക് എളുപ്പമല്ല. ഒന്നാമത്തെ കാര്യം കുത്തനെ ഇറക്കമാണ്, പിന്നെ പൊടി മണലാണ്. നമ്മൾ ഈ ബ്രേക്ക് പിടിച്ചാൽ വണ്ടി കിട്ടില്ല. ഫ്രണ്ടിൽ പോകുന്ന എക്സ്പ്രസ് തന്നെ കണ്ടോണം തെന്നിയാണ് പോകുന്നത്. നിങ്ങൾക്ക് ആ എക്സ്പ്രസ് തന്നെ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ താഴെ പോകുമ്പം വണ്ടിയുടെ അവസ്ഥ താഴോട്ട് മാറുമ്പം ശ്രദ്ധിച്ചു. പക്ഷേ എനിക്ക് ആ വീഡിയോ കറക്റ്റായിട്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല. ഇടയ്ക്ക് ആ ഒരു ചെടി വന്നുകൊണ്ട് ആ വീഡിയോ കറക്റ്റായിട്ട് കിട്ടിയില്ല. പക്ഷേ അത് പുള്ളിയുടെ കയ്യിൽ നിന്ന് വണ്ടി പോയെന്നാണ് ഓർത്തത്. പക്ഷേ പുള്ളിയുടെ ലക്ക് പുള്ളി പിടിച്ചു നിർത്തിക്കൊണ്ട് മാത്രം വണ്ടിക്കൊന്നും പറ്റിയ. വണ്ടി ബാക്കും ഫുള്ള് തന്നെ ഒരു സൈഡിലോട്ട് പോയി. അത് എന്തോ എനിക്ക് ആ ചെടി എന്നുകൊണ്ട് ഒട്ടും ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല. ഞാനാണെങ്കിൽ തന്നെ ഇറങ്ങി വരുന്ന വഴിക്ക് ഞാൻ ഫ്രണ്ടും ബാക്കും പിടിച്ചിട്ടും വണ്ടി തെന്നിയാണ് താഴെ വന്ന് നിന്നത്. പിന്നെ ഞങ്ങൾ തമാശയൊക്കെ അറിയാം, എന്തോ കോമഡി ആയിട്ട് ഞങ്ങളുടെ തമാശ ചിരിച്ചൊക്കെ കളിച്ചാണ് പിന്നെ അറിയിക്കുന്നത്. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ കുഴപ്പമില്ല, കൂളായിട്ട് വണ്ടി പോകും. നമ്മൾ പിന്നെ കോൺഫിഡൻസ് ആണ്. വട്ടി വന്നതാ. മുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇറങ്ങിപ്പോരാൻ കോൺഫിഡൻസ് ആണ്. പക്ഷേ എൻ്റെ ഫ്രണ്ട് 2 വണ്ടി ഉണ്ടായിരുന്നു. അപ്പം എക്സ്പ്രസിൻ്റെ ഫ്രണ്ടിലാണെങ്കിലും വേറൊരു ഹിമാലയാണ്. ആ പുള്ളി പതുക്കിയാണ് വണ്ടി ഇറക്കിക്കൊണ്ട് പോയത്. അപ്പം അതുകൊണ്ട് നമുക്കൊരിക്കലും നമുക്ക് കൈവിട്ട് പോരാൻ പറ്റുകയില്ല. പക്ഷേ നമുക്ക് മണ്ടേന്ന് നോക്കുമ്പോൾ നമുക്ക് കൂളായിട്ട് കുഴപ്പമില്ല, നമുക്ക് വലിയ സീനില്ല, ഇറങ്ങി പോകാമെന്ന് നമുക്ക് തോന്നിയാലും ഫ്രണ്ടിലുള്ള വണ്ടികളുടെ അവസ്ഥ പോലെ ഇരിക്കും ബാക്കി. അപ്പം നമ്മളേതായാലും തിരിച്ചിറങ്ങാണ്. ഇപ്പം തന്നെ സമയം 12:30 1 മണിയോളം ആയി. രാത്രിയിൽ 7 മണി കഴിഞ്ഞ പിന്നെയാണ് നമ്മൾ പയ്യേന്ന് തന്നെ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അധികം ലേറ്റ് ആവാതെ, ഇനി ലേറ്റ് ആവാനില്ല എങ്കിലും കൂടുതൽ ലേറ്റ് ആവണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ തിരിച്ചിറങ്ങുവാണ്. എക്സ്പ്രസ് സുഖമാണ്. അടുത്ത ഞങ്ങളുടെ മെയിൻ പരിപാടിയായിരുന്നു മുയൽ പിടുത്തം. ഈ വരുന്ന വഴി മൊത്തം ഞങ്ങളുടെ വട്ടം തന്നെ ഒരു 4-5 തവണ മുയൽ ചാടി വന്നു. ഞങ്ങളതുകൊണ്ട് മുയൽ വന്നിട്ടുണ്ട്, ഇനി എങ്ങനെയാണെങ്കിലും മുയലിനെ ചാടി പിടിക്കും എന്നുള്ളൊരൊറ്റ മൈൻഡിൽ തന്നെയാണ് വന്നത്. പക്ഷേ അത് കഴിഞ്ഞാൽ പിന്നെ മുയലിനെ കണ്ടിട്ട് പോലുമില്ല ഞങ്ങൾ. അപ്പോൾ അങ്ങനെ മുയലിനെ കിട്ടാത്ത സങ്കടത്തിൽ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺ.